ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്രോ ആൻഡ് ക്രോയിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ക്രോ ആൻഡ് ക്രോ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നാണ്. അതായത് സ്ട്രക്ചറലും ഫിസിക്കായിട്ട് വരുന്ന, ഫിസിക് എന്ന് പറഞ്ഞാൽ എന്താ, ബോഡിയായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചേഞ്ചസിനെയാണ് എന്താണ് നമ്മൾ പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഹെർലോക്കിന്റെ ഡെഫിനിഷൻ നോക്കാം. ഹെർലോക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഗ്രോത്ത് ഈസ് ദ ചേഞ്ച് ഇൻ സൈസ് ഇൻ പ്രൊപ്പോർഷൻ ഡിസപ്പിയറൻസസ് ഓഫ് ഓൾഡ് ഫീച്ചേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ന്യൂ വൺസ്. അതായത് 4 കാര്യങ്ങളാണ് പറയുന്നത്. എന്ത്? വൺ ഇസ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ സൈസിൽ വരുന്ന മാറ്റം, പ്രൊപ്പോർഷനിൽ വരുന്ന മാറ്റം, ചേഞ്ച് ഇൻ പ്രൊപ്പോർഷൻ. പിന്നെ എന്താ പറയുന്നത്? ഡിസപ്പിയറൻസസ് ഓഫ് ഓൾഡ് ഫീച്ചേഴ്സ്, പഴയ ഫീച്ചേഴ്സിന്റെ മാറ്റവും, അക്വസിഷൻ ഓഫ് ന്യൂ വൺസ്, അതായത് പുതിയ ഫീച്ചേഴ്സിന്റെ ഇൻക്ലൂഡൻസും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഹെർലോക്ക് അക്കോർഡിംഗ്. ഹെർലോക്ക് പറയുന്നതിൽ എന്തൊക്കെയാ ഈ പഴയ ഫീച്ചേഴ്സിന്റെ മാറ്റവും, ഡിസപ്പിയറൻസസ് ഓഫ് ഓൾഡ് ഫീച്ചേഴ്സ് ആൻഡ് അക്വസിഷൻ ഓഫ് ന്യൂ വൺസ്. എന്താ എക്സാമ്പിള്? നമ്മുടെ പാൽപ്പല്ല് പോയിട്ട്, മിൽക്ക് ടീത്ത് പോയിട്ട് പെർമനന്റ് ടീത്ത് വരുന്നത് കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളിൽ, അല്ലേ? അതെന്താണ്? പഴയ കാര്യങ്ങളുടെ, പഴയ ഫീച്ചേഴ്സിന്റെ ഡിസപ്പിയറൻസസും പുതിയ ഫീച്ചറിന്റെ അക്വസിഷനും ആണ്. സോ അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡെവലപ്മെന്റ് മീൻസ് എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് that occur in an orderly, predictable pattern due to maturation and experience എന്നാ പറയുന്നത്. അതായത് എന്താണ്? ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്, അല്ലേ? അതായത് പ്രോഗ്രസീവ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും കൂടി കൂടി വരുന്നതാണ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്. ഒരു സീരീസ് ഓഫ് ചേഞ്ചസ്, സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയൽ സീരീസ് എന്നല്ലേ പറയുന്നത്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തിരി കാര്യങ്ങൾ, അതായത് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഒരിടത്ത് നിൽക്കുന്നില്ല, അല്ലേ? അപ്പം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒത്തിരി സീരീസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്. ദാറ്റ് ഒക്കേഴ്സ് ഇൻ ആൻ ഓർഡർലി പ്രെഡിക്റ്റബിൾ പാറ്റേൺ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള മാറ്റങ്ങളുടെ ഒരു സീരീസ് ആണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താ? മെച്ചുറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഒന്നുകൂടെ വായിക്കാം. ഡെവലപ്മെന്റ് മീൻസ് എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് that occurs in an orderly predictable pattern due to maturation and experience. എന്നാൽ ആൻഡർസന്റെ ഡെഫിനിഷൻ നോക്കാം. ഡെവലപ്മെന്റ് ആൻഡർസൺ എന്താ പറയുന്നത്? ഡെവലപ്മെന്റ് is concerned with growth and changes in behavior resulting from environmental situations. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് ആണ്. ഗ്രോത്തിന്റെ കൂടെ ഒരു ഫാക്ടറും കൂടെ ആഡ് ചെയ്തു. എന്താണത്? ചേഞ്ചസ് ഇൻ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ. എന്തുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ? എൻവയോൺമെന്റൽ സിറ്റുവേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളും, പിന്നെ എന്താണ്? അതിന്റെ കൂടെ തന്നെ ഗ്രോത്തും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2 ഡെഫിനിഷൻസ്. ഗ്രോത്തിന്റെ ഡെഫിനിഷൻ കണ്ടു, നമ്മൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ കണ്ടു. അപ്പൊ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്താ മനസ്സിലായത്? ഗ്രോത്ത് എന്ന് പറയുന്നത് മെയിൻലി ഫിസിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതോ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡിഫറൻസസ് നോക്കാം രണ്ടിന്റെയും.